താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു. ഞാനിപ്പോ വളരെ ഡീസന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേജോസവും നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. അതുപോലെ അനിൽ ആന്റണി എന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ഇപ്പോൾ ടെക്നോളജി ഫീൽഡിലായാലും ഫോറിൻ പോളിസി ഫീൽഡിലായാലും എല്ലാം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ. 7-8 രാജ്യങ്ങൾ എന്നെ പല രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ. കേട്ടിട്ടില്ലേ, ഈ ഭാഗത്ത് വലിയ പുളിയല്ല പുള്ളി. ഇപ്പം അനിൽ ആന്റണി കാനഡിയുടെ മകനല്ലായിരുന്നെങ്കിൽ ഇപ്പൊ സോണിയാഗാന്ധി, രാജീവ് ഗാന്ധിയുടെ താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു. ഞാനിപ്പോ വളരെ ഡീസന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേജോസവും നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. അതുപോലെ അനിൽ ആന്റണി എന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ഇപ്പോൾ ടെക്നോളജി ഫീൽഡിലായാലും ഫോറിൻ